വയോധികന്മാരുടെ ഒരു വിദ്യാലയത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വിജയകുമാരി, ഇന്ന് എന്താടി നേരത്തെ? ഓ, അതെന്താടി എനിക്ക് നേരത്തെ വന്നൂടെ? പിന്നെ 12:30 വന്ന് ചോറും ചമ്മന്തിയും കഴിച്ച് 1:30 നടുവേദന എന്നും പറഞ്ഞ് വീട്ടിൽ പോണവളാണ്. ഒരല്പം നേരത്തെ വന്നെന്ന് ചോദിച്ചപ്പോ അവർക്ക് പുഞ്ഞ്. ഒരാളുടെ ആരോഗ്യത്തെ വെച്ച് ഇങ്ങനെ പറയില്ലേ സുനിതേ? കഴിഞ്ഞ ബുധനാഴ്ച നീ എത്ര മണിക്കാണ് വീട്ടിൽ പോയെ? ഒരു 2 മണിയാകും. എന്തായിരുന്നു കാരണം? അതെനിക്ക് മുട്ടുവേദനയാടി. മുട്ട് മാറ്റി വെക്കേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ വെള്ളിയാഴ്ചയോ? എനിക്ക് ഒരുപാട് നേരം ഇരുന്ന നടു വേദനിക്കും. കശേരിയിൽ എന്തോ ഉണ്ടെന്നാ വൈദ്യുതി പറഞ്ഞേ. കശേരിയിൽ കുരു 3 മണിക്ക് പശുവിനെ അയച്ചു കെട്ടണം. അതിനാണ് ഡെയിലി 15 ലിറ്റർ കറക്കുന്ന പശുവാണ്. നേരെ കൊണ്ട് ആരെങ്കിലും നോക്കിയില്ലെങ്കിലേ അതൊന്ന് നിർത്തും. ഓ, നമുക്കും പശു ആടൊക്കെ ഉള്ളത് തന്നെ. എന്നാലും 2 അക്ഷരം പഠിക്കാനാണ് ഇവിടെ വരുന്നത്. 2 അക്ഷരം പഠിക്കാൻ കഴിഞ്ഞ ആഴ്ച പ്രസവം എഴുതാൻ പറഞ്ഞപ്പോ പ്രസവം എഴുതിയവളാണ് 2 അക്ഷരം പഠിക്കാൻ. എന്താ സീത രാവിലെ ഒരു ശണ്ട? അണ്ണ, അവർക്ക് നമ്മളൊക്കെ പുച്ഛ അണ്ണ. നമ്മളെല്ലാരും പഠിക്കാനല്ലേ അണ്ണ വന്നിരിക്കുന്നേ. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണൂലേ അണ്ണ? അണ്ണൻ അവളോട് ചോദിക്കാം എന്താ അവളുടെ ആഗ്രഹം എന്ന്. എന്താണ് സീത നിന്റെ ആഗ്രഹം? ഒന്നുമില്ല അണ്ണ, എന്റെ മക്കളെ സ്റ്റാൻഡേർഡിൽ ഒരു വിദ്യാഭ്യാസം എനിക്ക് വേണം, അത്രേ ഉള്ളൂ. അതിനെന്താ തെറ്റ്? അത് വളരെ നല്ല കാര്യമല്ലേ? പിന്നെ വളരെ നല്ല കാര്യം. ഓരോരുത്തരും പബ്ലിക് ടോയ്ലറ്റിൽ ഒളിക്കാമോ വെച്ചതിന് ജയിലിൽ. അതവൻ മനുഷ്യനും വൃത്തിയും വിവിധതരം ഗുളികളും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. അതിനു വേണ്ടി പഠിക്കാൻ ചെയ്തതാ. അതെ അതെ, കോടതി അവനെ കൊണ്ട് തുരുമ്പിച്ച അഴികളും ബൂട്ടിട്ട് ചവിട്ടും എന്ന വിഷയത്തിൽ PhD എടുപ്പിക്കുന്നുണ്ട്. 2 മക്കളില്ലേ സുനിതയ്ക്ക്? രണ്ടാമത്തെ ആൾ നല്ല നിലയിലായിരിക്കും അല്ലേ? അതെ, അവൻ ശാസ്ത്രജ്ഞനാവാൻ പഠിക്കാണ്. ഓ, കഞ്ചാവണയ്ക്ക് പൊടിച്ച് കടുവ് വറുത്ത് പുളി ഒഴിച്ച് രസം വെച്ച് നോക്കിയാലല്ലേ ഒരു ശാസ്ത്രജ്ഞൻ. അല്ല, എന്റെ സംശയം ഈ രസത്തിന് കടു വറുത്തു. അല്ല, അണ്ണൻ എന്തിനാ ഇവിടെ വന്നത്? എനിക്കെന്റെ പേര് അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതണം. എന്താണ് അപ്പൊ കൊണ്ടുവന്നോ? അതിന് വീട്ടിൽ വെക്കുന്ന പേരല്ലേ? അപ്പൊ എന്താണ് ഒറിജിനൽ പേര്? VP പ്രഹ്ലാദൻ. നടന്നത് തന്നെ. ഇവിടുത്തെ സാറിന് പറ്റൂല ഇത് എഴുതാൻ. അപ്പോഴാണ് നിങ്ങൾക്ക്. എന്താണ് മത്സരം മാരകമായ വിദ്യാലയത്തില്? നാളത്തേക്കുള്ള പച്ചക്കറി അന്വേഷിക്കണം. വീട്ടിൽ പോയാ ഒന്നും നടക്കൂല. ഇവിടെ ആവുമ്പോ ആവശ്യത്തിൽ കൂടെ സമയമുണ്ടല്ലോ. നാളെ എന്താണ് കറി? ഒരല്പം മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. തോന്നി ഇന്നലെ മതിലക്കുള്ള തോട്ടം വാങ്ങി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു. എന്റെ പറമ്പിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വെട്ടിമാറ്റ്. ഞങ്ങളുടെ പറമ്പിൽ വരുന്നത് എന്തായാലും അത് ഞങ്ങളുടെയാ. എന്റെ കെട്ടിയനോട് ആ മുരിങ്ങ ഇവരായിരിക്കും അയാളുടെ ശ്വാസകോശം. അനാവശ്യം പറയുന്നതല്ല. അവിടുന്ന് മുരിങ്ങ വളരുന്നുണ്ട്. ഞങ്ങളുടെ മാവ് അവരുടെ പറമ്പിലേക്ക് പോകുന്നുണ്ട്. അത് മുറിക്കാൻ പറഞ്ഞ എന്റെ കെട്ടിയനും കേൾക്കത്തില്ല. അയാൾ പറയുക മാവ് ജീവിത വിജയത്തിന്റെ കോണിപ്പടിയാണെന്ന്. വിജയകുമാരുടെ വീട്ടിന്റെ 2ാമത്തെ നിലയിൽ കയറാനുള്ള കോണിപ്പടി. ബന്ധങ്ങളൊക്കെ ഒന്ന് ദൃഢമാക്കാമല്ലോ. 25 ലക്ഷം കുറച്ചുകൂടെ കയറ്റി പിടിക്ക്. ഒരു 1-1.5 തടയണം. 25 കോടിക്കുള്ളത് നല്ല ഇൻവെസ്റ്റ്മെന്റ് വരും. അത് വിട്ടേക്ക്. അമ്പമ്പോ ലക്ഷങ്ങളുടെ കണക്കാണല്ലോ. ദേഷ്യം കണ്ട അറിഞ്ഞൂലേ? പണം ചരക്ക. പഠിപ്പിക്കാനുള്ള സാറായിരിക്കോ? ആരായാലും നല്ല ഗുമ്മ സാധനം. സാർ വീട്ടിരിക്കാം. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നവരാണല്ലേ? അതെ അതെ സാർ. സാർ നേരത്തെ എവിടെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്? പഠിപ്പിക്കാനോ? ഞാനിവിടെ കണക്ക് പഠിക്കാൻ വന്നതാ. ഓഹോ, അപ്പോൾ വേദനിക്കുന്ന കോടീശ്വരനാണല്ലേ? ആ, കോടീശ്വരനായനെ വിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. വ്യക്തമായില്ല. സി മിസ്റ്റർ അപ്പുകുട്ടൻ. കഴിഞ്ഞ ആഴ്ച അക്ഷരം അറിയാത്തതുകൊണ്ട് എന്റെ ലോട്ടറി അടിച്ച 5000 രൂപ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. അന്ന് ഞാൻ തീരുമാനിച്ചു പഠിക്കണം. അല്ല, സാർ കയറി വന്നപ്പോ എന്തോ ലക്ഷങ്ങളും കോടികളും ഒക്കെ കണക്ക് പറഞ്ഞോ? ഓ, അത് നിങ്ങൾ കേട്ടല്ലേ? അത് വേറൊന്നുമല്ല. ഞാൻ ഡെയിലി ലോട്ടറി എടുക്കുന്ന ഒരാളുണ്ട്. അയാളോട് ഒരു ലോട്ടറി ടിക്കറ്റ് മാറ്റി വെക്കാൻ പറഞ്ഞതാണേ. 25 ലക്ഷം അടിച്ചാലൊന്നും മൂക്കിപ്പൊടി വാങ്ങാൻ പോലും തികയില്ല. അത്രയും ടാക്സ് കൊടുക്കണേ. അപ്പൊ സാർ ആക്ച്വലി എന്താണ് ജോലി? പ്രത്യേകിച്ചൊന്നും ഇല്ല. മോന്റേത് പൈസ വാങ്ങിക്കും, ലോട്ടറി എടുക്കും, പത്രത്തിൽ നോക്കും, അടിക്കില്ല.
എനിക്ക് പോയി പുറകിലേക്ക് ലോട്ടറി കൊണ്ടായോനെ. ശ്രീ, വെണ്ടയ്ക്ക ഇങ്ങനെ കട്ടിക്കഴിയരുത്. നുര അരിഞ്ഞ പെട്ടെന്ന് വേവും. നിരനിര അരിയട്ടെ. വേണ്ട, അതങ്ങനെ തന്നെ ഇരിക്കുന്ന അതിന്റെ ഭംഗി. അല്ല, നുണയൊന്നും പറയുന്നില്ലേ? സാധാരണ രണ്ടുപേരും കൂടിയാൽ ഇവിടെ കുറച്ച് ആളല്ലേ നാട്ടുകിടപ്പ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. രണ്ട് സ്ത്രീകളൊക്കെ കൂടിയാല് ഉടനെ നുണ പറച്ചിലാണെന്ന്. നാട്ടിൽ എന്തെങ്കിലും കൊള്ളരുതായ്മ നടന്നാൽ പരസ്പരം ഒന്ന് പറയും. അതിനാണ് ഈ നുണയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. വളരെ നന്നായി. മാറ്റം അത് നല്ലതാണ്. ഞാനേ ഒരു സിഗരറ്റ് ഒളിച്ചിട്ട് വരാം. ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. നിനക്കറിയോ സുനിതേ, ഇയാളുടെ രണ്ടാമത്തെ മോളില്ലേ, ആ വെളുത്തു പെരിഞ്ഞൊരു കൊച്ച്? പിന്നെ അറിയാതെ എന്റെ മോന്റെ ക്ലാസ്സിലല്ലേ പഠിച്ചേ. പെണ്ണ് കൊള്ളൂല. എന്ത് കാര്യം? അതെനിക്കറിഞ്ഞൂടാ. എല്ലാരും പറയണ കൊള്ളൂലാന്ന്. എല്ലാരും പറയുന്നുണ്ട് കൊള്ളൂലായിരിക്കും. അതുപോലെ ഈ അപ്പക്കുട്ടനാണ് മൊത്തം കടത്തിലാണെന്നേ ഒളിഞ്ഞു നിൽക്കുകയാണ്. അത് സത്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 10,000 രൂപ ചോദിച്ചപ്പോ എന്നോട് പറയണ ആദ്യം വാങ്ങിയ പൈസ ദാ എന്നിട്ട് തരാന്ന്. പൈസ വാങ്ങിയെങ്കിൽ നമ്മൾ കൊടുക്കും, സമയം തരണ്ടേ? സത്യം, പൈസ ആവശ്യത്തിനുള്ളതാണ്. തിരികെ കൊടുക്കാൻ ചിലപ്പോ താമസം വരും. നീ എന്തിനാ പൈസ വാങ്ങിയേ? മോന്റെ നൂലിയെട്ടിന്. മോനിപ്പോ എത്ര വയസ്സായി? 28 ബെസ്റ്റ്. സുധേ, അതെങ്ങനെ 7 രൂപ വരും? ചാക്ക ജംഗ്ഷനിൽ നിന്ന് വെൺപാലവട്ടം വരെ ഒരാൾക്ക് 13 രൂപ. നീ എന്റെ 50 തന്ന് നീ കഴിഞ്ഞ ആഴ്ച ടിക്കറ്റ് എടുത്ത് തന്നതും പോയിട്ട് ബാക്കിയല്ലേ തരേണ്ടത്? അതെങ്ങനെ 7 രൂപയാകും? കുടുംബശ്രീ ലോണിന്റെ കാര്യം പറയുമ്പോഴേ നിനക്ക് ഉരുളുള്ളതാ. കള്ളത്തരം പറയാതെ എന്റെ പൈസ താടി. എന്തോന്നാണ് ഇത്? ചന്തേ എന്തോ നടപ്പായത്? ഓ, അവളൊരു ശീലാവതി. നിന്റെ ചെറ്റ വർത്തമാനം കേട്ടിട്ടല്ലേടി നിന്റെ കെട്ടിയോൻ ഇട്ടിട്ട് പോയത്? കോളാമ്പി സുനിതേ. ഈശ്വരാ, ഇവിടെ വിവരമുള്ള ആരുമില്ലേ ഈ കണക്കൊന്നും ഇവൾക്ക് പറഞ്ഞു കൊടുക്കാൻ? പ്ലീസ്. പുതിയ ആളാണല്ലേ ചേട്ടാ? ചേട്ടൻ തന്നെ പറ. വഴക്ക് തീർക്കൽ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആണേ. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ചേട്ടാ, എന്റെ വീടിന്റെ അയൽപ്പക്കത്തുള്ളതാ ഇവൾ. പരസ്പര സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ബാക്കി പറ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനും ഇവളും ഒരുമിച്ച് ബസ്സിൽ വന്നത്. അന്ന് ഞാൻ ഇവൾക്ക് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 13 രൂപ. ഓക്കെ, ബാക്കി പറയൂ. അന്നേരം ചില്ലറയില്ലാത്തോണ്ട് 100ന്റെ നോട്ടിന് 50 തന്നിട്ട് ബാക്കി ഇറങ്ങാൻ നേരം തരാന്ന് കണ്ടക്ടർ പറഞ്ഞു. പിറ്റേന്നും അവൾക്ക് പൈസ ഇല്ലാത്തോണ്ട് അതേ ബസ്സിലെ കണ്ടക്ടർ തലേന്ന് തരാന്ന് പറഞ്ഞ 50ൽ കുറയ്ക്കാൻ പറഞ്ഞു. അന്നേരം തിരക്കായോണ്ട് ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ അയൽപ്പക്കത്തുള്ള വിജിലി വണ്ടി കയറി 10ന്റെ ടിക്കറ്റിന് 200 കൊടുത്ത് കണ്ടക്ടർ നമുക്ക് തരാനുള്ള ബാക്കി നിന്നത് കുറയ്ക്കാൻ പറഞ്ഞു. അതെങ്ങനെ അവളുടെ കുറയ്ക്കും? എന്റെ പൈസ ഉണ്ടല്ലോ അതില്. അന്നേരം ഞാൻ 50 കൊടുത്തില്ലേ? അടുത്ത ദിവസം അതിന്റെ ബാക്കി ആ കണ്ടക്ടർ തരാനുണ്ടല്ലോ. അത് ചേർത്തല്ലേടി ഇന്ന് എടുത്തത്. അതിന്റെ ബാക്കിയല്ലേ ഇനി ഉള്ളൂ. അപ്പോ നിക്ക്. പെങ്ങൾക്ക് എത്ര കിട്ടാനുണ്ട്? 35. പെങ്ങൾക്കോ? 14 രൂപ. ഇതിൽ 50 രൂപയുണ്ട്. നീ 35 എടുത്തിട്ട് 14 അവൾക്കും കൊടുത്തോ. ബാക്കി 1 രൂപ ഉണ്ട്. അപ്പുറത്തുള്ള കാണിക്ക വണ്ടിയിൽ ഇട്ടിട്ട് ആ ബസ്സിലെ കണ്ടക്ടറുടെ ജോലി പോണേ എന്ന് പ്രാർത്ഥിക്കും. അവൻ ഇനി ആർക്കും ബാലൻസ് കൊടുക്കാൻ നിൽക്കരുത്. നാരി. ഹലോ ചേട്ടാ, 1 കോടിയുടെ ബിന്നിന് ഇനി വേണ്ട കേട്ടോ. ഫണ്ട് അല്പം ടൈറ്റാണേ. അന്നൊന്നും പഠിക്കാൻ ആർക്കും താല്പര്യമില്ലാതായോ? എവിടെ ബാക്കിയുള്ളവരൊക്കെ? വിശ്വനാഥന്റെ മകളുടെ കുഞ്ഞിന് നൂല് കെട്ടാണ്. 2 ദിവസം വരില്ലെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഓ, അങ്ങേന്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. സ്വന്തം കെട്ടിയന്റെ കാര്യം വല്ലതും ചോദിച്ചു നോക്കണം. അപ്പൊ അറിയാൻ പോണം. പഠിക്കാൻ ആഗ്രഹമുള്ളവർ വരും. പക്ഷേ എന്നിട്ട് സാറെന്നല്ല എവിടെ ആയിരുന്നു? അതെ, എന്റെ കൂടെ കളിച്ചുള്ള സ്റ്റീഫന്റെ ഷഷ്ടിപൂർത്തിയാണ്. അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒന്ന് കൂടി. ആട്ടെ, മോഹൻ സാറിന്റെ ഷഷ്ടിപൂർത്തി കഴിയാണോ? സാറിന്റെ ഷഷ്ടി എന്നെ കൊണ്ട് പറയിപ്പിക്കരുതോ? ഇന്നലെ ഹോംവർക്ക് എല്ലാവരും ചെയ്തായിരുന്നോ? എല്ലാവരും ബുക്ക് എടുത്തേ. സുധാമണി, ബുക്ക് എവിടെ? ബുക്കില്ല സാർ, ഞങ്ങളൊക്കെ പാവങ്ങളാ. കൊടുതുണിക്ക് മറുപടി ഇല്ലാത്തവര് എങ്ങനെ ബുക്ക് വാങ്ങാനാ? ഓ, കൊടുതുണിക്ക് മറുതുണി. കഴിഞ്ഞ ആഴ്ച പോത്തീസിന്ന് 12,000ന്റെ കാഞ്ചീപുരം വാങ്ങിയത് പിന്നെ ആരടി? എടി, അതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് കിട്ടിയില്ല. ഉടുതുണി സാരി, അതിനുള്ള മറുതുണിയാ ബ്ലൗസ്. നിങ്ങളൊക്കെ കൂടുതൽ പഠിക്കാത്തത് നന്നായി. വിജയകുമാരി, ബുക്ക് എടുക്കോ? ഇതാ സാറേ ബുക്ക്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ സാറേ, അതിങ്ങനെ വെച്ചാൽ കാണാൻ പറ്റൂല. വെട്ടത്തിൽ പിടിക്കണം. ചെക്കൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു പേന കണ്ടെന്നായിരുന്നേ. നമ്മളത് എഴുതിയിട്ട് വെട്ടത്തിൽ പിടിച്ചാലേ വായിക്കാൻ പറ്റൂ.
25/2/26. ഇന്ന് പതിവ് പോലെ എണീറ്റു സ്കൂളിൽ പോയി. അപ്പുകുട്ടൻ നായർക്ക് സുധാമണിയോടുള്ള ഇളക്കം അല്പം കൂടിയിട്ടുണ്ട്. ഇത് ഇത്രയും പെട്ടെന്ന് സുധയുടെ ഭർത്താവിന്റെ കാതിൽ എത്തിക്കണം. പതിവ് പോലെ പേട്ടത്തേന മോഹനൻ സാർ വന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയി. പുള്ളിക്ക് എന്നോട് ഇതില്ലേ എന്നൊരു സംശയം. എന്തോന്നല്ലേ വിജയകുമാരി അമ്മ ഇതൊക്കെ? അയ്യോ സാറേ, അതെന്റെ ഡയറിയാ, മാറിപ്പോയി. ഇങ്ങനെ എഴുതാനുള്ളതല്ല കേട്ടോ ഡയറി. ഹലോ, പുതിയ അഡ്മിഷൻ ആണല്ലേ? എവിടാ വീട്? സർ, അട്ടക്കുളങ്ങര മാവിന്റെ മൂട് വലത്തോട്ടുള്ള വഴി. അവിടെ ഏത് വീട്? അവിടെ 3ാമത്തെ വീട്. വിനോദ് കുമാറിന്റെ? എന്റെ മകനാണ് മോനെ, അറിയോ? മജീഷ്യൻ വിനോദ് കുമാർ. അറിയോന്നോ? വിനോദാഭാസം വിനോദ്. അവൻ ഒറ്റൊരുത്തൻ കാണുമ്പോ ഞാൻ ഇനി നിലയെത്തിയത്. അങ്ങനെ അവൻ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ അവനെ രക്ഷിച്ചതാ. വ്യക്തമാക്കാമോ? പഠിക്കാനുള്ള പണം നൽകൽ, കാതിലെ കടുക്കൻ ഒരു കിട്ടിയ ക്യാഷ് കൊണ്ട് മദ്രാസിൽ അയക്കൽ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഉവ്വ, എന്റെ പെണ്ണുപിള്ളക്ക് മാജിക്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നേ. അങ്ങനെ മാജിക് പഠിക്കണം എന്ന വലിയ ആഗ്രഹത്തോടുകൂടി കണ്ടുമുട്ടിയതാ തന്റെ മോനെ വിനോദാഭാസം വിനോദിനെ. അവൻ പഠിപ്പിച്ച് അവനൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടല്ലോ, ഈ വീപ്പയെ കുറ്റിയുടെ ആളെ കയറ്റിയിട്ട് കാണാതാക്കുന്നത്. എന്നതാ അതിന്റെ പേര്? വാനിഷിംഗ് ദ ഹ്യൂമൻ സോൾ ആണോ? മുന്നിൽ വെച്ച് അവളെ വീപ്പ കുറ്റി കയറ്റിയതാ. ഇന്ന് വരും നാളെ വരും എന്നോർത്ത് ഞാൻ ആ വീപ്പയെ നോക്കി നിന്ന് ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ അറിയുന്നത് തന്റെ മോന്റെ വീട്ടിലെ വീപ്പയിലാണ് അവള് പൊങ്ങിയതാണ്. സാറ് മധുബാലയുടെ കെട്ടിയവനാണോ? അറിഞ്ഞില്ല മോനെ, പുണ്യം ചെയ്ത ആത്മാവാണ് താൻ. സാറേ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വല്ല പ്ലാനും ഉണ്ടോ? അതിനാസം ചേച്ചി അങ്ങനെ ഒരു ടോക്ക്? അല്ല, അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നേരത്തെ പറയണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ചോറ ഇന്നലെ തിങ്കളാഴ്ച വൈകിട്ട് കൊടുത്തത്. അങ്ങനെ എന്നൊന്നും കൊടുത്ത് ഇവർക്ക് ഒരു അസുഖം പിടിച്ചാലോ? ചുമ്മാതല്ല, ഒരു വയറുവേദന. ഓ പിന്നെ കഴിഞ്ഞ വേഴവേദന ഉണ്ടായിരുന്നോ? അതില്ല. ആ ആഴ്ച ചൊവ്വാഴ്ചയോ? ഇല്ല. അതിനു മുമ്പുള്ള തിങ്കൾ, ചൊവ്വ, വേഴം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വെറുതെ തലേ ദിവസം ചോറിന്റെ കുറ്റം പറയല്ലേ? അപ്പൊ നിങ്ങളൊരു സ്ഥിരമാണല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ തലേന്നത്തെ ചോറ് വറ്റിച്ചെടുക്കുന്നേ? തലേന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിറ്റേന്ന് നല്ലൊരു പിഞ്ഞാണത്തെ ഒരല്പം തൈരും ഒരു ചെറിയ ചുവന്നുള്ളിയും ഒരു എരിയ മുളകും ഇട്ട് കുഴച്ച് നല്ല രീതിയിൽ ചുട്ടെടുത്ത ഉണക്കമീനും നല്ല പാകം വന്ന തേങ്ങയെ ചുട്ടരച്ച് ചമ്മന്തി ഇട്ട് ഒരല്പം കപ്പ ഇളക്കിയതും ഇട്ട ആഹാ സ്വർഗം. അതെ, അങ്ങനെ നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വിരുന്നിന് വന്നതല്ല. ആയ കാലത്ത് പഠിക്കാത്തോട് 2 അക്ഷരം പഠിക്കാൻ വന്നതാണ്. അത് നീ മറക്കരുത് കേട്ടോ. ഓ, പറയുന്ന കേട്ടാത്തൊന്നും ഇവര് ഒരുപാട് പഠിച്ചെന്ന്. അതെ, നീ പഠിച്ചിട്ട് തന്നെ വന്നത്. I am not being completed with this for more than 6 years, but the faith was against you. ചേച്ചി അറിയില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇംഗ്ലീഷ് ടീച്ചറുടെ ലീവ് വേക്കൻസി വരുമ്പോ ഒന്ന് ഏറാവോ? ടീച്ചറെ പ്രസവം എടുത്തായിരുന്നേ. എന്തോ കിട്ടും? 450 രൂപയും ചോറും. ആ ചോറ് ഞാൻ തന്നെ വെക്കണ്ടേ? തീർച്ചയായും. നമുക്ക് അല്പം ശാസ്ത്രം പഠിക്കാം. ഇന്നലെ നമ്മൾ ഭൂമിയെ കുറിച്ചാണ് പഠിച്ചത്. എന്താ ഭൂമിയിലെ 2/3 ഭാഗം എന്താണ്? സർ, ഞാൻ പറയാം. വെരി ഗുഡ്, പറയൂ. കണ്ടു പഠിക്കും. ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളാ. 2 ഭാഗം വെള്ളം. കറക്റ്റ്. പക്ഷെ വെള്ളമല്ല, കടൽ. കടലോ? ഇടുക്കിയിലെവിടാ കടൽ? 2 സൈഡ് കനാൽ. മനസ്സിലായില്ല. സർ, എന്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന പുത്തൻ തോപ്പിലെ 17 സെന്റ് ഭൂമി എന്റെ പെങ്ങൾ അടിച്ചോണ്ട് പോവാൻ നോക്കിയിട്ട് പോലും ഒരു തുള്ളി മണ്ണ് ഞാൻ കൊടുത്തിട്ടില്ല. അവിടെ 2 സൈഡും നല്ല കണ്ണീര് പോലത്തെ കനാല. ഒരു സൈഡ് അയൽപക്കത്തെ മത്തായി എന്റെ ഭൂമിയിലോട്ട് വളച്ചു കെട്ടിയ അതിര്. എന്നിട്ട് അതിലൊരു പേര് സൗഹൃദ മതിൽ പോലും. യവനെയൊക്കെ താൻ ഇനി മിണ്ടരുത്. മിനിഞ്ഞാൻ നമ്മൾ പഠിച്ചില്ലേ സാമൂഹ്യ ശാസ്ത്രം? അതിൽ നിന്നാവാം അടുത്ത ചോദ്യം. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് പറയൂ. മത്സര പറഞ്ഞേ. സാർ എന്തായാലും ചോദിച്ചേ? നിന്റെ പിതാവിന്റെ പേരെന്താണെന്ന്? രാജശേഖരൻ. അല്ല, ചെറ്റ വർത്താനം പറയുന്നുണ്ട്. സാറിനെ ഞാൻ നോക്കൂല. മരിച്ച് കലയുടെ കൂടെ നിൽക്കുന്നവരെ പറ്റി അനാവശ്യം പറയുന്നത്. തെറ്റുത്തരങ്ങൾ മത്സര. എന്റെ ഭഗവതി, നാട്ടുകാർ കേട്ട എന്തോ വിചാരിക്കും? എനിക്കിനി പഠിക്കണ്ട. എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറയുന്ന. അയ്യോ.
വത്സല, നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. രാഷ്ട്രപിതാവോ? അപ്പൊ എന്റെ പിതാവിനെ പറ്റിയല്ലേ സാർ ചോദിച്ചേ? ഏരി പ്രഹ്ലാദ, ഏരി വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയാവോ? പ്രയോഗിക്കണോ? പ്രയോഗിക്കാം. മനസ്സാ വാച. മനസ്സാ വാച. കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിന്റെ പുറകിൽ നിന്ന് കിട്ടിയ ഇന്ത്യയുടെ വോട്ട് കൈമുട്ടി ഒരു ഗ്ലാസ് 5 രൂപയുടെ ആറ്റി വെച്ചാൽ അവിടെ കൊണ്ടിട്ടത് മനസ്സാ വാച നിങ്ങളല്ല. ഓഹോ, എന്നാ ഇത് പ്രയോഗിക്കും. അടി തെറ്റിയാൽ. കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിന്റെ പുറകിൽ ഇരുന്ന് ഒറ്റയ്ക്ക് പൊടിച്ച എൻജിഎമ്മിന്റെ ഓർക്ക കാരണം ഞാൻ വഴിയിൽ കിടന്നുറങ്ങേണ്ടി വന്നു. അന്നത്തോടെ ഞാൻ പഠിച്ചു, അടി തെറ്റിയാൽ ആനയും വീഴും. സത്യസന്ധനായ മണ്ടൻ. തീരുമാനാക്കി തരാട്ടാ. മോഹൻ സാറേ, തലയെണ്ണ ആള് വരുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എല്ലാവരും എന്ത് ചെയ്യുന്നു അത് തന്നെ ചെയ്യാം. ആളെ ഒപ്പിക്കാം. ദൈവമേ, ഇന്നോടെ പകുതി ആള് പോലും വന്നിട്ടില്ല. 6 പേര് കുറവാണല്ലോ. ഇനിയിപ്പോ എവിടെ നിന്ന് ഞാൻ ഒപ്പിക്കും? ചേച്ചി, ഒന്നിങ്ങ് വന്നേ. ഓ, ഇനിയിപ്പം പഠിക്കാൻ വന്ന കുട്ടി കൂടി ആവണമായിരിക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ്. ഞാൻ എന്തെല്ലാം റോൾ ചെയ്യണം? ചോറ് വയ്ക്കണം, പഠിപ്പിക്കണം, ഇതിപ്പോ പഠിക്കാനിരിക്കണം. അതെ, എന്റെ പേര് വസന്ത എന്നാണ്, അല്ലാതെ ജോണി സിൻസൺ അല്ല. എനിക്കൊരു 500 രൂപ കൂടി കൂടുതൽ വേണം. പറ്റുവാണെങ്കിൽ ചെയ്യാം. 500 1000 തരാം. ചേച്ചി ഒന്ന് വന്ന് ഇരുന്നാ മതി. ഓ, ഇനി വേണം 5 എണ്ണം. എന്തോ ചെയ്യും? 4 വർഷത്തിന് ശേഷം ഞാൻ ദുബായിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം. അവർക്ക് അതൊരു സർപ്രൈസ് ആണ്. ഇനി അവരുടെ റിയാക്ഷൻ എടുക്കാം. കമോൺ, ഇത് അവരുടെ ക്ലാസ് റൂമാണ് ഗൈസ്. വയസ്സാൻ കാലത്ത് ഓരോ ആഗ്രഹങ്ങൾ. ഗൈസ്, ഇതായിരിക്കും അവരുടെ ക്ലാസ് ടീച്ചർ. ഹായ് സാർ, എവിടെയാണ് എന്റെ മിനി? ചേട്ടാ, ഓ ഗൈസ്, 4 വർഷത്തിന് ശേഷം ഞാൻ എന്റെ ഭാര്യയെ കണ്ടു ഗൈസ്. എന്താണ് ഇത്? യെസ്, യു. ഞാനാണ് ഇവരുടെ ടീച്ചർ. Oh my goodness! Hi sir, I am S.U. Kumar from Dubai. മിനി എന്റെ ഒരേ ഒരു ഭാര്യയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഭാര്യയെ കാണുന്ന അസുലഭ മുഹൂർത്തമാണിത്. നിങ്ങൾ അതിന് സാക്ഷി. സോ എനിക്കിപ്പോ തന്നെ അവളെ വിളിച്ചോണ്ട് വീട്ടിൽ പോണം. മിനി. ബെസ്റ്റ്. ഇവിടെ അരിമണി കൂട്ടും പോലെ ആളെ കൂട്ടുമ്പോ ഇയാൾ ഉള്ളവരെ കൊണ്ട് പോവുകയാണല്ലേ. വാ, സി മിസ്റ്റർ S.U. കുമാർ, ഞങ്ങൾ താങ്കൾക്കൊരു സർപ്രൈസ് തരട്ടെ. ഇന്നവരുടെ ഭാര്യയോടൊപ്പം ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ള അസുലഭ അവസരം. ഒരുപാട് കണ്ടന്റ് കിട്ടും താങ്കൾക്ക്. S.U. കുമാർ, താല്പര്യം ഇല്ലല്ലേ? ഞാൻ വന്ന കാർ അവിടെ നിൽപ്പുണ്ട്, പറഞ്ഞു വിട്ടിട്ട് വരാം. ഓ, ആയിക്കോട്ടെ. ഓ, ഇനി 4 പേര് വേണം. എന്തോ ചെയ്യും? പണ്ടൊരു ജോലിയില്ലായിരുന്ന ടൈമിൽ സമൂഹം എന്നോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജോലിയായില്ലേ ജോലിയായില്ലേ എന്ന്. ജോലി കിട്ടിയ ശേഷം ഒരു തെണ്ടിയും എന്നോട് ചോദിച്ചിട്ടില്ല. ലൈസൻസ് കിട്ടിയിട്ട് പോലീസ് വണ്ടിക്ക് കൈ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മാനസികാവസ്ഥയാണ് എനിക്ക്. അത്രയും സൗഭാഗ്യം എനിക്ക് ഈ സ്കൂൾ തന്നിട്ടുണ്ട്. ഞാൻ ഈ പരിപാവനമായ വിദ്യാലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാൻ കെട്ടാൻ ആവേശം. കോടി പുണ്യമാണ് നീ. കോടി പുണ്യം വേണ്ട, ഒരു 1000 പുണ്യം പോക്കറ്റിൽ വെച്ച് തരുമ്പോ കൂടെ കോട്ടം. എന്തിനാ കോട്ടൻ? ഒരു ഫുൾ ബോട്ടിൽ വാങ്ങി തരില്ലേ? അത് മതി. അപ്പൊ ഇനി 2 പേര് വേണം. ഒരു വഴിയുണ്ട്, കുറച്ച് ക്യാഷ് ചെലവാകും. ഓക്കെ ആണോ? ഓ, ഈ സ്കൂളിന്റെ നിലനിൽപ്പാണ്. എന്ത് കുന്തം വേണേലും ചെയ്യാം. നീ ആളെ റെഡിയാക്ക്. അന്തരാവോ? ഇതാണ് ബാക്കി 2 സ്റ്റുഡൻസ്. അതിനവന്മാർക്ക് മലയാളം അറിയൂ? ഉള്ളത് കൊണ്ട് അവന്മാർ അഡ്ജസ്റ്റ് ചെയ്തോ. വലിയ സംസാരമൊന്നും ഉണ്ടായില്ലല്ലോ. ഷേടാ, ഇവന്മാർ നേരത്തെ വന്നിരുന്നേ കഴിഞ്ഞ മാസം പിണങ്ങി പോയ ഹിന്ദി ഭാഷന് പകരം കയറ്റാറുന്നല്ലോ. ഹിന്ദി ആത്തി. നാണമില്ലാത്തവന്റെ മുട്ടിൽ ആര് ഉണച്ചാ? അത് ഞാൻ ഉത്തരവാദിത്വമുള്ള സാറായിപ്പോയി. ബൈ എല്ലാരും സീറ്റിലിരിക്കും. ഇന്ന് നമ്മുടെ സ്കൂളിൽ തല എണ്ണ വരുന്നുണ്ട്. എല്ലാരും സഹകരിക്കണം. വരുന്ന മേഡം തിരിച്ച് മറിച്ചും ചോദിക്കും. നമ്മളെ കൺഫ്യൂഷൻ ആക്കും. പക്ഷെ നമ്മൾ ഉറച്ചു നിൽക്കണം. ഇങ്ങനെ വരലിന്റെ പോയി നമ്മൾ കണ്ടിട്ടുമില്ല, മഞ്ഞക്കാർ തോട്ടിൽ ഇട്ടിട്ടുമില്ല, ക്ഷണിക്കാതെ വന്ന് അദ്ദേഹം തച്ച് കൊന്നിട്ടുമില്ല. അപ്പുകൂട്ടാ, വാ തുറക്കരുത് പ്ലീസ്. മേഡം വരുന്നു.
കുളമാക്കരുത്. മാഡം, എന്ത് വേണോ ഇത്? എന്തോന്ന് ബഹളമാണ് ഇത്? ഒരു മാന്യത വേണ്ടേ? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? അത് മാഡം ഞാൻ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ. എത്രയാ സ്ട്രെങ്ത്? 12. ഇന്ന് എത്ര പേരുണ്ട്? 12. ഞാനൊന്ന് നോക്കട്ടെ. എനിക്കൂ ഈ ക്ലാസ്സിലുള്ളതാണോ? അത് ടീച്ചറെ, എന്റെ 2 പിള്ളേരാണ്. തൊഴുമ്പോട് ദേവിയാണ്, എന്റെ അയ്യപ്പ സ്വാമിയാണ്, എന്റെ അമ്മയാണ്. സത്യം, ഞാനിവിടെ ഉള്ളതാണ്. കണ്ടിട്ടൊരു പന്തികേടുണ്ടല്ലോ. അപ്പപ്പോ പണലിവഴ മുരുകനാണ്, ആറ്റുകൾ ദേവിയാണ്. മതി മതി, വിശ്വാസമായി. നിങ്ങളെന്താ ഇരട്ടകളാണോ? അയ്യോ ഇല്ല മേഡം. ഇയാൾ ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെ മാഡം, എനിക്കും അറിയില്ല ഇതാരാണ്. വിളച്ചിലെടുക്കരുതേ. എന്നെ പറ്റി അറിയാത്തോണ്ടാ. ഐ എം വെരി സ്ട്രിക്റ്റ് ഇൻ മൈ ജോബ്. നോ കോംപ്രമൈസ്, നോ മേഴ്സി. കൺഫേം. ഈ ആളിവിടെ ഉള്ളതല്ല. കണ്ടാൽ അറിയാം. അതിഥി തൊഴിലാളി. ഇപ്പൊ കാണിച്ചു തരാം. തും കിടസയാവും. മാഡം, ഹിന്ദി അറിയില്ല. ബംഗാളി ആത്തി. മലയാളം മാത്രമേ അറിയൂ. വിളച്ചിലെടുക്കരുതേ. ഡോ, തീർന്നു തന്റെ ക്ലാസ്. കൂട്ടി കെട്ടിക്കും. ബംഗാളിയെ പിടിച്ച് ബെഞ്ചിലിട്ടിട്ട് എണ്ണം ചെയ്യുന്നല്ലേ? ഐ വിൽ റിപ്പോർട്ട് ഇറ്റ്. അല്ല മാഡം, അവര് മലയാളിയാണോ? നല്ലോണം മലയാളം പറയും. പേര് വാസുദേവൻ നായർ. അടുത്തിരിക്കുന്നതിന്റെ പേര് തകഴി ശിവശങ്കരപ്പിള്ള എന്നായിരിക്കും. തീർന്നു തന്റെ ഉടായ്പ. തീർന്നു. ഈ ലൗലി ഫെർണാണ്ടസ് ജിയോ ആയിരിക്കുമ്പോൾ ഒരു ഉടായ്പ ഞാൻ സമ്മതിക്കത്തില്ല. എവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ? സൗദാമിനി. മംഗലത്ത് പോലത്തെ സൗദാമിനി ഇപ്പൊ നല്ല ഗുണ പേരൊക്കെയായല്ലോ. അപ്പുകുട്ടാ, മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാൻ പറ്റും? അടുത്ത മാസം എടുത്തു തരാമെന്ന് പറഞ്ഞ് എന്റെ 4 പവന്റെ മാലയും വാങ്ങി മുങ്ങിയതല്ലേ? വർഷം 40 വാങ്ങിയ പാടെ അടുത്ത മുത്തൂരിൽ കൊണ്ടുവച്ചു. മുക്കുമണ്ഡം പറയാൻ വെച്ചതിന്റെ പേരിൽ കേരള പോലീസ് കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞ് ഇറങ്ങിയത്. ഭാര്യ, കുട്ടികൾ? 2 കുട്ടികൾ. ഭാര്യ എന്നെ തനിച്ചാക്കി പോയി. ഞാൻ തനിച്ചായി. സൗദാമിയുടെ കുടുംബമൊക്കെ അപ്പുകുട്ടൻ പോയതിനു ശേഷം ഇതുപോലെ ഒരാൾ വന്നില്ല. അതുകൊണ്ട് ഞാൻ കെട്ടിയില്ല. അതെ, ഇയാളെ പോലെ അത്രയും നാല് വേറെ ഒരു നാട്ടിലും ഇല്ല. ഞാൻ കുറെ തിരിഞ്ഞിരുന്നു. മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, തായ്ലാന്റിൽ, പട്ടായയിൽ ഒക്കെ തേടിയിരുന്നു. വീടിന്റെ 500 മീറ്റർ അപ്പുറം ഇഞ്ചക്കൽ ജംഗ്ഷനിൽ അലഞ്ഞായിരുന്നു. ഓ, അത് കാണില്ല. അവിടെ മസാജ് ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ 30 വർഷമായി അവിടെയാണ്. ആണോ? അറിഞ്ഞില്ലാണോ? അതെ അപ്പുകുട്ട, ഇതിപ്പോ എന്താ ഇവിടെ വരാ? മടുത്തു വാർത്തത്തിൽ ഒറ്റപ്പെടാൻ. അതുകൊണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ടല്ല. മാഡം, അറ്റൻഡൻസ്. അപ്പുകുട്ടന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മള് കടമനയാറ്റിൽ നോട്ട്ബുക്കിലെ പേപ്പർ കീറി ബോട്ടുണ്ടാക്കി വിട്ടത്. സൗദാമിനിക്ക് തവള ഉണ്ടാക്കാൻ അറിയുമോ? അന്ന് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. കണ്ണു കുത്തി കളിച്ചത് ഓർമ്മയുണ്ടോ സൗദാമിനിക്ക്? കുഞ്ഞിലെ മുടി പിടിച്ച് വലിച്ചു കളിച്ച് തുറക്കുന്നുണ്ടോ അപ്പുകുട്ടൻ? സൗദേ, അപ്പോ ബാക്കി കാലം നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? വേണ്ട അപ്പുകുട്ട, ഇനി ഈ വയസ്സാം കാലത്ത് ഞാനും ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. വേണ്ടടോ. ഈ സമൂഹം എന്ത് പറയും? സമൂഹം എന്ത് പറയാൻ? മാഡം ഇങ്ങ് വന്നേ. അപ്പുകുട്ട, ഇങ്ങ് വന്നേ. ഇവിടെ ഈ സ്കൂളിൽ വെച്ച് ഒന്നിക്കണം നിങ്ങൾ. ആ കൈ എടുക്ക. സ്കൂളിന്റെ ഭാവി അടുത്ത തവണ എല്ലാ ആളും കാണുമല്ലോ. ഉടായ്പ കാണിക്കില്ലല്ലോ. ഒരിക്കലുമില്ല മാഡം. എന്നാ പിന്നെ അപ്പുകുട്ടൻ ഉള്ളത് കൊണ്ടും ഞങ്ങൾ ഒന്നിക്കാൻ കാരണമായതുകൊണ്ടും ഇത്തവണത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല.